ഹലോ, എസ്ട്ര ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലെയിൻ സാരീസിന്റെ അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കും അതുപോലെ സിൽക്കി കോട്ട ഫാബ്രിക്കും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് സെല്ല് ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. നമ്മൾ ഈ രണ്ട് മെറ്റീരിയൽസ് ആണ് നമ്മൾ പ്ലെയിൻ സാരീസ് ആയിട്ട് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മളെ കമന്റ്സ് ആയിട്ടും വാട്സാപ്പിലും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് ഓർഗൻഡി സാരീസ്, അതുപോലെ ഓർഗൻസ, കോട്ടൺ സിൽക്ക് അങ്ങനത്തെ ഫാബ്രിക്സ് ഒക്കെ അവൈലബിൾ ആകുമോ എന്നുള്ളത്. ഇതുപോലത്തെ മെറ്റീരിയൽസ് ഒക്കെ എസ്പെഷ്യലി ഓർഗൻഡി, ഓർഗൻസ, അതുപോലെ ചന്ദേരി സിൽക്ക് ഫാബ്രിക് ഒക്കെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ് നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് പോസിബിൾ ആണ്. നമ്മളത് സ്റ്റോക്ക് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൂടുതലും കസ്റ്റമേഴ്സ് ഈ രണ്ട് മെറ്റീരിയലാണ് നമുക്ക് എൻക്വയറീസ് ആണെങ്കിലും വർക്ക് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും ഒക്കെ കൂടുതലായിട്ടുള്ളത് നമുക്ക് ഈ രണ്ട് മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. ഇതിന്റെ ഷെയ്ഡ്സ് നമ്മളെല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. രണ്ടിനും നമുക്ക് മോർ ദാൻ 15 ഷെയ്ഡ്സ് വരാറുണ്ട്. അപ്പൊ ആ ഷെയ്ഡ്സ് എല്ലാം തന്നെ നമുക്ക് റെഗുലർ ആയിട്ട് സ്റ്റോക്കിൽ വരുന്നുണ്ട്. നല്ല മൂവ്മെന്റും ഉണ്ട്. അപ്പം നമ്മൾ ബാക്കി മെറ്റീരിയൽസിന്റെ ഒക്കെ ഷെയ്ഡ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് അവൈലബിൾ ആകുന്ന ഷെയ്ഡ്സ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അതിന്റെ റേറ്റും നമുക്ക് അവൈലബിൾ ആകുന്ന ഷെയ്ഡ്സും ഒക്കെ നമ്മൾ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് വേണ്ട ഷെയ്ഡ് ഏതാണോ അത് നമ്മൾ വരുത്തി തരുന്നതായിരിക്കും. അപ്പൊ അത് നമ്മൾ നോർമലി പറയുന്നത് ഒരു 5 to 7 ഡേയ്സിനുള്ളിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് തരുന്ന പോലെയാണ്. ഈ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് ഇപ്പോൾ കറന്റ് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിത്തിൻ 2 ഡേയ്സ് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഷെയ്ഡ്സ് ആണ്. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒന്ന് കാണാം. ഫസ്റ്റ് നമുക്ക് കോട്ടൺ ചെക്കോട്ടയുടെ ഷെയ്ഡ്സ് കാണാം. ഇതിനകത്തെല്ലാം കോട്ടൺ ചെക്കോട്ടയിലെല്ലാം നമുക്ക് നോർമലി വരാറുള്ള ഷെയ്ഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ടൊമാറ്റോ പിങ്ക് ഷെയ്ഡ്. ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പറയുന്നില്ല ഓരോ ഷെയ്ഡ്സും. ഇതിപ്പോൾ നമ്മുടെ പ്ലെയിൻ സാരീസിന്റെ ഒത്തിരി പ്രാവശ്യം നമ്മൾ വീഡിയോസിൽ ഈ എല്ലാ സാരീസും കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഏതൊക്കെ ഷെയ്ഡ്സ് ഉണ്ടെന്ന്. ടൊമാറ്റോ പിങ്ക് ഷെയ്ഡ് നമുക്കുണ്ട്, അതുപോലെ ബേബി പിങ്ക് ഷെയ്ഡ്, ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാട്ടോ, ഒത്തിരി ബ്രൈറ്റ് ഷെയ്ഡ് അല്ല ബേബി പിങ്ക് എന്ന് പറയുന്നത്, എന്നാൽ തെളിച്ചുള്ള ഷെയ്ഡാണ്. ഭയങ്കര പെയിൽ ആയിട്ടുള്ള പിങ്ക് അല്ല, ബേബി പിങ്ക് വരുന്ന കോട്ടൺ ചെക്കോട്ടയുടെ ഷെയ്ഡാണിത്. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, ഇങ്ങനെയൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന നമ്മൾ നോർമലി ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ ഓരോ ഷെയ്ഡ്സിന്റെ പേരെടുത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോയിൽ ചിലപ്പോൾ ഈ എക്സാക്ട് കളർ ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത്. ഫോട്ടോസ് ഒക്കെ നമ്മൾ മാക്സിമം സെയിം കളർ വരാനായിട്ട് ശ്രമിച്ച് അയച്ചു തരാറുണ്ട്. എന്നാലും വീഡിയോയുടെ ലൈറ്റിംഗ് ഒക്കെ കാരണം നമുക്ക് ഈ പറഞ്ഞ പല ഷെയ്ഡ്സും എക്സാക്ട് ആയിട്ട് നമുക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ഷെയ്ഡ്സും ഏതാണ് എടുത്ത് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഓഫ് വൈറ്റ് ഷെയ്ഡ്. ഓഫ് വൈറ്റ് ഇതെല്ലാം കോട്ടൺ ചെക്കോട്ട ഫാബ്രിക് ആണ്. ഇതെല്ലാം നമുക്ക് 5.5 മീറ്റർ സാരി ആയിട്ടും അഡീഷണൽ ആയിട്ട് 1 മീറ്റർ ബ്ലൗസ് കൂടെ ആയിട്ടും അവൈലബിൾ ആണ്. 5.5 മീറ്റർ സാരി മാത്രം ആകുമ്പോഴത്തേനും 575 പ്ലസ് ഷിപ്പിങ്ങും, അതുപോലെ ബ്ലൗസ് കൂടെ അറേഞ്ച് ചെയ്ത് അഡീഷണൽ ആയിട്ട് കൂട്ടിക്കൊണ്ടാണെങ്കിൽ 675 പ്ലസ് ഷിപ്പിങ്ങും ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പീച്ച് ഷെയ്ഡാണ്. പീച്ച് നമുക്ക് നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഒത്തിരി ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഈ ഷെയ്ഡ്സ് ഒക്കെ കൺഫ്യൂസിങ് ആവാറുണ്ട്. ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണോ, അതുപോലെ ഭയങ്കര എറിച്ച് നിൽക്കുന്ന ഷെയ്ഡ്സ് ആണോ എന്നൊക്കെ. ഇത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇതിന്റെ തന്നെ ഒരു ഇച്ചിരി വലിയ വേരിയേഷൻ അല്ല, ഒരു ചെറിയ വേരിയേഷൻ ഉള്ള ഒരു പീച്ച് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ ഇതിന് ബ്ലൗസ് പീസ് നമുക്ക് അവൈലബിൾ അല്ല, സാരി മാത്രമായിട്ട് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്ന പീസ് നമ്മളിപ്പോൾ ഡിസ്പാച്ച് ചെയ്തു. നമുക്ക് നാളെ ആ സ്റ്റോക്ക് വരും, പക്ഷെ അതിന് ബ്ലൗസ് അവൈലബിൾ അല്ല. ഇതിനെല്ലാം ബ്ലൗസസ് അവൈലബിൾ ആണ്. ഇതിന് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. അപ്പൊ അങ്ങനെ 2 പീച്ചാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. പിന്നെ തീരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് ഉണ്ടായിരുന്നു, അപ്പൊ നമുക്കില്ല. അതൊരു സാൻഡൽ ഷെയ്ഡ്, നമുക്ക് കുറച്ചുകൂടെ കറക്റ്റ് സാൻഡൽ ഷെയ്ഡിൽ ഒരു ഷെയ്ഡ് അപ്പൊ നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ഗ്രേ ഷെയ്ഡ്. ഗ്രേ ഷെയ്ഡും അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇടയ്ക്കൊന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് വീണ്ടും റീസ്റ്റോക്ക് വന്നിരിക്കുന്ന ഷെയ്ഡ്സ് ആണ്. അതുപോലെ നമുക്ക് ഒത്തിരി എൻക്വയറീസ് ഉള്ള 2-3 ഷെയ്ഡ്സ് ഇപ്പൊ സ്റ്റോക്ക് ഔട്ട് ആണ്. ബ്ലാക്ക്, മെറൂൺ, നമ്മുടെ ലെമൺ യെല്ലോ, അങ്ങനെ കുറെ ഷെയ്ഡ്സ് നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് ഔട്ട് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ സാൻഡൽ ഷെയ്ഡ്. നമുക്ക് ആദ്യമായിട്ടാണ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. നമുക്ക് ചിക്കുവിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡ് ആണ് താനും. എന്നാൽ നമ്മുടെ നേരത്തെ ലൈറ്റ് പീച്ച് എന്ന് കാണിച്ച ഷെയ്ഡിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡിഫറൻസ് ഉള്ള ഒരു ഷെയ്ഡാണ്. ഇതാണ് ചിക്കു ഷെയ്ഡ്. കണ്ടോ, ചിക്കു ഷെയ്ഡും ആ ഒരു പീച്ച് ഷെയ്ഡും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ചിക്കു എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു ബേജിന്റെ ഡാർക്കർ ഷെയ്ഡ് വരുന്ന ചിക്കു ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു ചന്ദന കളർ വരുന്ന സാൻഡൽ ഷെയ്ഡാണ് വരുന്നത്. രണ്ടും ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ, പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ഷെയ്ഡ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. നമ്മുടെ സ്കൈ ബ്ലൂ ഷെയ്ഡും ഈ പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ സ്കൈ ബ്ലൂവിന്റെ ലൈറ്റ് ഒരു ബ്ലൂ ഉണ്ട്, ഇച്ചിരി ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ. ഇപ്പൊ നമുക്ക് വരുന്ന ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ള സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. ഈ ഒരു സ്കൈ ബ്ലൂ മാത്രമേ നമ്മുടെ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ പൗഡർ ബ്ലൂ, ഇതുപോലത്തെ ഷെയ്ഡ്സ് ഒക്കെ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് കുറച്ചായി. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വരും നമ്മൾ വിചാരിക്കുന്നത്. ഇത് അതുപോലെ നമുക്ക് കുറച്ച് നാളത്തേക്കിന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരുന്ന ഒരു കളർ റീസ്റ്റോക്ക് വന്നിരിക്കുന്നതാണ്. നമ്മുടെ അക്വാ ഗ്രീൻ ഷെയ്ഡ് നമുക്ക് നേരത്തെ സ്ഥിരം ഉണ്ടായിരുന്നൊരു ഷെയ്ഡാണ്, പക്ഷേ കുറച്ച് സമയത്തേക്കിന് ഇതൊന്ന് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നൊരു 2 months മേളിലായിട്ട് ഇല്ലാതിരുന്നൊരു ഷെയ്ഡ് നമുക്ക് വീണ്ടും വന്നതാണ് അക്വാ ഗ്രീൻ ഷെയ്ഡ്.
അതുപോലെ നമ്മുടെ എപ്പോഴത്തെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡ് എടുത്തു കാണിക്കേണ്ട കാര്യമില്ല. വൈറ്റ് ഷെയ്ഡ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ട് തന്നെ ഉണ്ടാവാറുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡ് വരുന്നതും ഈ ഒരു വൈറ്റ് ഷെയ്ഡിനാണ്. പ്ലെയിൻ സാരീസ് ആണെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ള സാരീസ് ആണെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് കൂടുതലും മൂവ് ചെയ്യുന്ന സാരി ഈ ഒരു വൈറ്റ് ഷെയ്ഡാണ്. അതുപോലെ നമുക്കിപ്പം ഇത് വർക്ക് ചെയ്ത ബ്ലൗസ്, പ്ലെയിൻ സാരി ഇതിന്റെ കൂടെയുള്ള ബ്ലൗസ് വർക്ക് ചെയ്തതും വരുന്നത് പോലെ നമുക്ക് ഈ ഒരു സാരി വരാറുണ്ട്. ഇത് നമ്മുടെ പിസ്ത ഗ്രീൻ ഷെയ്ഡ് സാരിയാണ്. പിസ്ത ഗ്രീൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു പിസ്താടെ ഷെയ്ഡ് വരുന്ന ഗ്രീൻ അല്ല ഇത് വരുന്നത്, ലൈം ഗ്രീൻ ഷെയ്ഡാണ് ശരിക്കും ഇതിന്റെ കളർ വെച്ച് പറയുവാണെങ്കിൽ. പക്ഷെ നമ്മൾ കോട്ടൺ ചെക്കോട്ടയിൽ ഈ ഷെയ്ഡിനെ പിസ്ത ഗ്രീൻ അറിയപ്പെടുന്നത്. പക്ഷെ കളറിന്റെ എക്സാക്ട് കളർ നോക്കുവാണെങ്കിൽ ഇത് ഇച്ചിരി യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ, ലൈം ഗ്രീൻ കളർ എന്ന് വേണേൽ പറയാവുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ്. അപ്പൊ ഇത്രയും കളേഴ്സ് നമുക്ക് ഇപ്പം സിൽക്ക് ഈ ഒരു കോട്ടൺ ചെക്കോട്ടയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കുറച്ച് ഷെയ്ഡ്സ് ഇപ്പൊ കുറച്ചേറെ ഷെയ്ഡ്സ് ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ലാവൻഡർ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ബ്ലാക്ക്, മെറൂൺ, അങ്ങനെ കുറെ ഷെയ്ഡ്സ് നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് ഔട്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വരും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഒരു 15 ഷെയ്ഡ്സ് ആണ് നമ്മുടെ കയ്യിൽ ഈ ഒരു കോട്ടൺ ചെക്കോട്ടയിൽ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇനി കാണിക്കുന്ന സിൽക്കി കോട്ട ഷെയ്ഡ്സ് ആണ്. സിൽക്കി കോട്ടയിൽ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു വൈറ്റ് ഷെയ്ഡാണ്. വൈറ്റ് നമുക്ക് വൈറ്റും ബ്ലാക്കും എപ്പോഴും നമുക്ക് സ്റ്റോക്കിൽ ഉണ്ടാവാറുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. ഒത്തിരി മൂവിങ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തും ഒക്കെ ആണെങ്കിൽ മൂവിങ് ആയിട്ടും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ അടുത്ത് ഈ ഒരു സാരിയിൽ ബ്ലൗസ് പീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ ഇത് സൽവാറിന് പീസായിട്ട് അവൈലബിൾ ആകുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇത് 5.5 മീറ്റർ ആയിട്ടാണ് നമുക്ക് വരുന്നത്. ശരിക്കും നമുക്ക് ഒരു റോൾ എന്ന് പറയുന്നത് 22 മീറ്റർ ആയിട്ടാണ് നമുക്ക് സിൽക്കി കോട്ട വരുന്നത്. കോട്ടൺ ചെക്കോട്ട പോലെ നമുക്ക് വലിയ ബിഗ് റോൾ ആയിട്ടല്ല വരുന്നത്. 22 മീറ്ററുള്ള ഓരോരോ റോളായിട്ടാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് 4 സാരീസ് ആയിട്ട് മുറിക്കാനേ ഓപ്ഷൻസ് ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി മെറ്റീരിയൽ വേസ്റ്റേജ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ 4 സാരി ആയിട്ട് ഒരു റോള് നമുക്ക് മുറിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളൂ. ഇനി അല്ല നിങ്ങൾക്ക് ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് അതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ 3 സാരിയൊക്കെ ചോദിക്കുന്ന 4 സാരിയിലൊക്കെ അത്രയും ഒരുമിച്ച് ഒരേ കളർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്ലൗസ് മുറിച്ച് കൊടുക്കാം. ഒരു സാരി ബ്ലൗസ് ആയിട്ട് എടുത്തൊക്കെ ആണെങ്കിലും കൊടുക്കാം. ഇങ്ങനെ ഒറ്റ സാരിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും നമുക്ക്, അതായത് ഒരു കളർ തന്നെ ഒറ്റ സാരി ആയിട്ട് വരുമ്പോൾ നമുക്ക് ബ്ലൗസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. ഇത് സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. സ്കൈ ബ്ലൂ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകും. പിന്നെ അതുപോലെ സിൽക്കി കോട്ടയിൽ സ്കൈ ബ്ലൂ പലത് വരാറുണ്ട്. ഇപ്പം നമ്മൾ റെഗുലർലി വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും നമ്മൾ നേരത്തെ അയച്ച ഫോട്ടോസ് കാണിച്ചിട്ട് ബ്ലൂ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നേരത്തെ നമുക്ക് ഉണ്ടായിരുന്ന സ്കൈ ബ്ലൂ ആയിരിക്കണം എന്നില്ല. ഇത് സിൽക്കി കോട്ട നമുക്ക് എപ്പോഴും പുതിയ സ്റ്റോക്സ് വരുമ്പോഴത്തേനും പുതിയ കളേഴ്സ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലൗസ് കൊടുക്കാത്തത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാരി എടുത്ത് ബ്ലൗസിനെടുത്ത് മാറ്റി വെച്ചാൽ നെക്സ്റ്റ് സ്റ്റോക്ക് വരുമ്പോൾ ആ കളർ ആയിരിക്കണം എന്നില്ല ആ ഒരു ഷെയ്ഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലൗസ് കൊടുക്കാത്തതിന്റെ വേറൊരു കാരണം. ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് നേരത്തെ വന്നത് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള സ്കൈ ബ്ലൂ ആയിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള സ്കൈ ബ്ലൂ, നല്ല ഭംഗിയുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ഇപ്പൊ വന്നിരിക്കുന്നത്. നേരത്തെ നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര പേസ്റ്റൽ ആയിട്ടുള്ള ബ്ലൂ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ള സ്കൈ ബ്ലൂ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു വാടാമുല്ല ഷെയ്ഡ് ഈ പറഞ്ഞാൽ ഇതിന്റെ ഒരു ബ്രൈറ്റർ ഷെയ്ഡ് നമുക്ക് ഉണ്ടായിരുന്നു, ഈ ഷെയ്ഡ് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കറന്റ് ഈ ഒരു ഷെയ്ഡ് മാത്രമേ സ്റ്റോക്കിൽ അവൈലബിൾ. കുറച്ചുകൂടി ഒരു ഡാർക്കർ ആയിട്ടുള്ളൊരു വയലറ്റ് കൂടി ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു നമുക്ക് നേരത്തെ. ഇപ്പൊ നമുക്ക് ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴും സ്റ്റോക്കിൽ അവൈലബിൾ ആവാറുള്ള ബ്ലാക്ക് ഷെയ്ഡാണ്. വൈറ്റ് ബ്ലാക്കും നമുക്ക് എപ്പോഴും സിൽക്കി കോട്ട അവൈലബിൾ ആവുന്ന 2 ഷെയ്ഡ്സ്. ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ റീസ്റ്റോക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ചില വേരിയേഷൻസ് ഒക്കെ വരാറുണ്ട് ഷെയ്ഡ്സിലൊക്കെ. നെക്സ്റ്റ് ഇതുപോലെ നമുക്ക് ഒത്തിരി ഡിമാൻഡ് ആയിട്ട് ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് തിരക്കി നടന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇത് ആക്ച്വലി ഒരു പിസ്ത ഗ്രീൻ എന്ന് പറയാവുന്ന ഒരു ഷെയ്ഡാണ്. നമ്മൾ കോട്ടൺ ചെക്കോട്ടെ കണ്ട പോലെയല്ല, ഒരു പേസ്റ്റൽ ഗ്രീൻ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന എക്സാക്ട് ഒരു പിസ്ത ഗ്രീനിന്റെ ഷെയ്ഡ് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇത് ഒത്തിരി മൂവ്മെന്റ് ഉള്ള ഷെയ്ഡാണ്. ഒരു സമയത്ത് ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുവായിരുന്നു കുറെ നാളത്തേക്ക്. ഇത് വീണ്ടും റീസ്റ്റോക്ക് വന്നാണ്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഔട്ട് ആയ സമയത്ത് വരുമ്പോൾ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചൊരു ഗ്രീൻ ഷെയ്ഡാണ്. നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അതുപോലെ നമുക്ക് ഈ പ്രാവശ്യം ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡോടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. പക്ഷെ ഒരുമിച്ച് വെച്ച് കാണുമ്പോഴേ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും അറിയാൻ പറ്റത്തുള്ളൂ. ഇച്ചിരൂടെ ഈ ഒരു ഗ്രീനിന്റെ കുറച്ചുകൂടെ ഒരു ലൈറ്റർ വേർഷനാണ് വന്നിരിക്കുന്നത്. കളർ എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റത്തില്ലാത്തൊരു ഷെയ്ഡാണ്. ഈ ഒരു പിസ്ത ഗ്രീനിന്റെ ലൈറ്റർ ഷെയ്ഡ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ്. ഇതിന്റെ ഒരു ചെറിയ വ്യത്യാസത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. പിസ്ത ഗ്രീൻ തന്നെ വേണേ പറയാം, ലൈറ്റ് ഗ്രീൻ, പേസ്റ്റൽ ഗ്രീൻ എന്നൊക്കെ പറയാവുന്ന ഒരു ഷെയ്ഡാണിത്. അതുപോലെ നമുക്ക് ഈ പ്രാവശ്യം പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ്. ഇത് ശരിക്കും നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ ഒരു ഗ്രേ ഷെയ്ഡ് പോലെ തോന്നും. പക്ഷെ ഇത് എക്സാക്ട് പറഞ്ഞാൽ ഗ്രേ ഷെയ്ഡ് അല്ല, ഇതൊരു ലൈറ്റ് മൂവാ ഷെയ്ഡ് എന്നൊക്കെ പറയാവുന്ന പോലത്തെ, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എക്സാക്ട്ലി ഒരു കളർ ഏതാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ലാത്ത പോലത്തെ ഒരു ഷെയ്ഡാണ്. ഒരു ഗ്രേയിൽ ഒരു ചെറിയൊരു
മൂവാ ഷെയ്ഡിന്റെ ടിൻ്റൊക്കെ വരുന്ന പോലത്തെ ഒരു ലൈറ്റർ ആയിട്ടുള്ള നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് എന്ന് മാത്രമേ ആക്ച്വലി നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ഇതൊരു ഗ്രേഡ് എലമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു മൂവാ ഷെയ്ഡിന്റെ ലൈറ്റ് ബ്രൗണിഷ് ഷെയ്ഡും ഉണ്ട്. എന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നമുക്കിത് ആദ്യമായിട്ട് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. അതുപോലെ നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു സിൽക്കി കോട്ടായിൽ നമുക്ക് ലെമണല്ലോ ഷെയ്ഡ്സ് അവൈലബിൾ ആകുമെന്ന്. ആ ഒരു ലെമണല്ലോ ഷെയ്ഡ് നമുക്ക് സിൽക്കി കോട്ടായിൽ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മുടെ കോട്ടൺ ചെക്കോട്ടായിൽ ലെമണല്ലോ തീർന്നിരിക്കുവാണ്. അപ്പൊ ദേ നമുക്ക് സിൽക്കി കോട്ടായിൽ നമ്മുടെ ലെമണല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് സിൽക്കി കോട്ടായിലെ ലെമണല്ലോ ഷെയ്ഡ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. ലെമണല്ലോയെ കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യേണ്ട ആവശ്യം. നമുക്ക് കോട്ടൺ ചെക്കോട്ടായിൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉണ്ടായിരുന്ന ഷെയ്ഡാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഇത് സിൽക്കി കോട്ടായിൽ വന്നിട്ടുണ്ട്. സിൽക്കി കോട്ടായിൽ പ്രൈസ് എല്ലാത്തിന്റെയും വരുന്നത് 585 പ്ലസ് ഷിപ്പിംഗ് ആണ്. 585 പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത്. അതുപോലെ ഇത് നമുക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഒരു നല്ലൊരു വൈൻ ഷെയ്ഡ് എന്ന് പറയാൻ പറ്റും. ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡാണ്. ഒരു പർപ്പിളിന്റെ ഒക്കെ പർപ്പിളും ആ ഒരു ഇത് വരുന്ന ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എന്നാൽ ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് ഉള്ള ഒരു ഷെയ്ഡല്ല. നമ്മളൊരു ബോട്ടിൽ ഗ്രീൻ ഒക്കെ പോലത്തെ ഡാർക്കർ ഷെയ്ഡിൽ ഇച്ചിരി ഒരു ഇതായിട്ട് ഇച്ചിരി ഒരു ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് കാണാത്ത പോലത്തെ ഒരു ഷെയ്ഡ് വരുന്ന പോലത്തെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ്സ് ഇടുന്ന ആൾക്കാർക്ക്, എന്നാൽ വലിയ ബ്രൈറ്റ് ഷെയ്ഡ്സ് വേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എസ്പെഷ്യലി നമുക്ക് നൈറ്റ് ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡാണ്. നമുക്ക് നല്ല എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്താൽ നല്ലൊരു ക്ലാസ് ലുക്ക് വരുന്ന ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഷെയ്ഡ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡാണ് യെല്ലോയിഷ് ഓറഞ്ച് ഷെയ്ഡ്. ഓറഞ്ച് എന്ന് പറയാം, ചെറിയൊരു യെല്ലോയിഷ് ഷെയ്ഡാണ്. മാംഗോ ഷെയ്ഡ് എന്നൊക്കെ പറയാവുന്ന ഒരു ഷെയ്ഡാണ്. കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞത് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഈ ഒരു ഷെയ്ഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തൊട്ട് നമുക്ക് നല്ലൊരു മൂവ്മെന്റ് ഉള്ള ഒരു ഷെയ്ഡാണ്. ഒത്തിരി ആൾക്കാർ നമ്മൾ ഈ ഒരു ഷെയ്ഡ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ ലാവൻഡർ ഷെയ്ഡും ഞാൻ നേരത്തെ സ്കൈ ബ്ലൂവിന്റെ കാര്യം പറഞ്ഞതുപോലെ ഓരോ പ്രാവശ്യം നമുക്ക് വരുമ്പോൾ അതിന് ചെറിയ ആ ഒരു ഡാർക്ക്നെസ്സിനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇത് ഒറ്റയ്ക്ക് കണ്ട വ്യത്യാസം അത്ര അറിയത്തില്ല. ഇപ്പൊ നമ്മളൊരു ബ്ലൗസ് പീസ് മാറ്റി വെക്കാൻ വേണ്ടി ഒരു സാരി മാറ്റി വെച്ചാൽ ആ ഒരു പഴയ മെറ്റീരിയലും പുതിയ മെറ്റീരിയലും എടുത്ത് നോക്കിയാൽ അറിയത്തേ ഉള്ളൂ ഇതിന്റെ ഒരു വ്യത്യാസം. ചിലപ്പോൾ ഇത് ഇച്ചിരി ഡാർക്ക് ആയിരിക്കും, ചിലപ്പോൾ ലൈറ്റ്, അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ ഇച്ചിരി ഒരു ഡാർക്ക്നെസ് ഉള്ള ഒരു ലാവൻഡറാണ് വന്നിരിക്കുന്നത്. ഒത്തിരി ഒരു പെയിൽ ആയിട്ടുള്ള ലാവൻഡർ അല്ല, അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്ക് സിൽക്കി കോട്ടയിൽ ഉള്ളത്. സിൽക്കി കോട്ടയിൽ ഇത് കൂടാതെ നമുക്ക് ബേബി പിങ്ക് പോലത്തെ ഷെയ്ഡ്സ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ അതിന്റെ സ്റ്റോക്ക് നമുക്ക് വന്നതേ ഉള്ളൂ, നമ്മൾ പൊട്ടിച്ചില്ല. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാം നമ്മുടെ കയ്യിൽ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ്. ഇപ്പൊ നമ്മൾ വീഡിയോയിൽ ഇത്രയും ഷെയ്ഡ്സ് ആണ് കാണിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഷെയ്ഡ്സ് നിങ്ങൾക്ക് വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ ഈ പറഞ്ഞ വീഡിയോയിലേക്കാളും കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് കളേഴ്സ് ഒക്കെ കാണിക്കാൻ പറ്റും. നമ്മൾ ഫോട്ടോസ് കാണിക്കാം. എന്നാലും നമ്മൾ ഫോട്ടോസിലാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാലും ഓരോ ഫോണിന്റെ ഡിഫറൻസ് അനുസരിച്ച് ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ എടുക്കുന്നത് ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾ ലാപ്ടോപ്പിൽ കാണുമോ അല്ലെങ്കിൽ ഫോണിൽ കാണുമോ അല്ലെങ്കിൽ കാണുന്ന ഡിവൈസ് അനുസരിച്ചും അതുപോലെ അതിന്റെ ലൈറ്റിംഗ് അതിന്റെ ആ ഒരു സെറ്റിംഗ്സ് ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു കളറിന് വ്യത്യാസം വരും. അതിപ്പോ നമ്മൾ വർക്ക് ചെയ്ത സാരീസ് ആണെങ്കിലും സെയിലിടുന്ന സമയത്ത് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതൊരു ഫോട്ടോഗ്രാഫിക് ലൈറ്റിംഗ് വെച്ചിട്ട് ചെറിയ വ്യത്യാസം വരും മനസ്സിലാക്കി തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഷെയ്ഡ്സ് ഒക്കെ വാങ്ങിക്കുക. നമ്മൾ മാക്സിമം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ചെറിയൊരു വ്യത്യാസം എന്തൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും നേരിട്ട് കാണുമ്പോൾ ഷെയ്ഡ്സിനൊക്കെ വരാറുണ്ട്. നമ്മൾ കൂടുതലും കളേഴ്സ് എടുത്ത് പറഞ്ഞ് ചെയ്യുന്നത് ഇപ്പം കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.